ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗായ്സ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം നമ്മുടെ നാടിൻ്റെ മണം, നമ്മുടെ നാടിൻ്റെ ഭംഗി, ഓ ഗായ്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നാട്ടിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നാട്ടിൽ പോയപ്പം രാവിലെ ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങി. ഇത് കണ്ടോ, വരാലാണ് കേട്ടോ, വരാൽ വന്നതിൻ്റെയാണ് അത് കണ്ടത്. അപ്പം ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ ചെന്നിത്തല എന്ന എൻ്റെ ദേശത്ത് കണ്ട പാടശേഖരങ്ങളുണ്ട്. ചെന്നിത്തല പാടശേഖരം കാണാൻ അതിമനോഹരമായ ആമ്പൽ, പിന്നെ അതുപോലെ താമര. ആമ്പൽ തന്നെ പല കളറുണ്ട്, ചുമന്നതുണ്ട്, വെള്ളയുണ്ട്, നെയ്യാമ്പലുണ്ട്, അങ്ങനെ പലതുണ്ട്. എന്ത് ഭംഗിയാണ് അത് കണ്ടോ. അതെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? അതാണ് ക്രെയിൻ, അതായത് നമ്മുടെ കൊക്കുമുണ്ടി. അപ്പോൾ ഗൈസ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആ പച്ച, ആ മനോഹാരിത കണ്ടോ, പച്ച പരവതാനിയൊക്കെ വിരിച്ചിരിക്കുന്നത് പോലെ, അതുപോലെ സൂര്യകിരണങ്ങളൊക്കെ കണ്ടോ. ഇങ്ങനെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്തത് എങ്ങോട്ട് പോകുന്നറിയോ? താമര. ഇത് കണ്ടോ, ഇത് മുഴുവനും താമരയാണ് നിൽക്കുന്നത്. താമര പറിക്കാൻ വേണ്ടിയിട്ട് പോവാ കണ്ടോ, താമരപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കണ്ടോ. അങ്ങനെ ആ താമരപ്പൂ എല്ലാം ഇങ്ങനെ പറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആ ഒരു ഭംഗി, ഓ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് മുഴുവൻ ആ പാടശേഖരത്ത് മുഴുവനും താമരക്കകത്താണ് കണ്ടോ. അപ്പോൾ അവിടെ വെള്ളം കുറവാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ പുഞ്ചപ്പാടമാണ്, പുഞ്ചപ്പാടത്ത് കണ്ടോ അത്രയാണ് വെള്ളം, അതായത് കണ്ടത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇതായെത്തിയിരിക്കുന്നു മുന്നിൽ താമരയുടെ തൈമായി ബീന. ഓ മൈ ഗോഡ്, മാഷാഅല്ലാഹ്. പട്ടി ആ സൈഡിൽ ഞങ്ങൾ കടന്നു വരുന്നതുകൊണ്ട് പട്ടി പറിക്കുക അവിടെ കണ്ടോ. പക്ഷെ നമ്മളൊന്നും കാര്യം വെക്കുന്നില്ല. താമര കിട്ടിയ സന്തോഷത്തിൽ വർത്താനം പറഞ്ഞു വരുവാ. കണ്ടോ, വള്ളമൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് അവിടുത്തെ പാലം. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. 3-ാം ബ്ലോക്കും 5-ാം ബ്ലോക്കും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്, അതായത് അങ്ങോട്ട് പടിഞ്ഞാറ് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാലം. ഇപ്പോൾ പാലമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ അങ്ങ് വരെയും പോകാം, കിഴക്കോട്ടും പടിഞ്ഞാട്ടും പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയാക്കിയിട്ടേക്കാണ്. എന്ത് ഭംഗിയാണെന്നറിയാം, ആമ്പൽ എല്ലാം ഉണ്ട് അവിടെ. നല്ലൊരു ഭംഗിയാണ് കാണാൻ തന്നെ. സ്വന്തം ചന്തുചാൻ്റെ വീടാണ്. ചന്തുചാൻ ഇവിടെ ഇല്ല. സൂര്യകിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് താമരയുമായി ഞാൻ പിന്നാലെ ബീനായും, അല്ല മുന്നാലെ ബീനായും. അങ്ങനെ നമ്മൾ താമരയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ പോവാണ്. ചന്തുച്ചാൻ്റെ ഭാര്യ, അത് ഞങ്ങളുടെ ചന്ദ്രിക അമ്മ കണ്ട. അപ്പോൾ അത് കണ്ടോ, അതൊരു പാലം, തടിപ്പാലം. അതിലേക്കൂടെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, അവർക്ക് നടന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ രാവിലെ നടക്കാൻ ഇറങ്ങി പോയിട്ട് അങ്ങ് വള്ളാങ്കട ജംഗ്ഷനായിട്ട് നടക്കാൻ പോയിട്ട് തിരിച്ച് അവർ വരുവാണ്. അപ്പം ഞങ്ങൾ അവരോട് 5 കിലോമീറ്ററോളം നടന്നിട്ട് വരുവാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്വന്തം ജോസ്റ്റാൻ്റെ വീടാണ്. ഉണ്ടോ? ഓ മൈ ഗോഡ്. അങ്ങനെ ഞങ്ങൾ പടിഞ്ഞാറും തിരിച്ചിങ്ങനെ കിഴക്കോട്ട് നടന്നു വരിക കണ്ടോ. കുക്കുമുണ്ടിയൊക്കെ ഉണ്ട്. നമ്മുടെ ചെന്നിത്തല ചെറിയ പള്ളി, വലിയ പള്ളി, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അതാ നമ്മുടെ ചെന്നിത്തല പാടശേഖരത്തിന്റെ മനോഹാരിതയിലേക്ക് നമ്മൾ. അതെ, ആ മനോഹാരിത എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടല്ലോ, അടിപൊളിയല്ലേ കാണാൻ. നിങ്ങൾ നടന്ന് വന്നത് ഇഞ്ചന്തറയാണ് ഇത് കേട്ടോ. ഇതാണ് ഇഞ്ചന്തറ. വീണ്ടും നമ്മളിങ്ങനെ നടക്കുവാണ് കണ്ടോ. ഇതാണ് ചുമന്ന ആമ്പൽ. ഞങ്ങൾ വന്ന വഴി അവിടെ നിന്ന് വീണ ആമ്പൽ അവിടെ നിന്ന് ഇറങ്ങി പറിച്ച് അതും പറിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പോരുവാണ്. ചെന്നിത്തലയെക്കുറിച്ചൊരു പാട്ട് തന്നെ ഉണ്ട് ഗൈസ്, മനസ്സിലായോ? അപ്പോൾ ഞങ്ങളുടെ ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഞങ്ങളുടെ വീടാണ്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ആങ്ങളയുടെ ഫ്രണ്ടാണ് കണ്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ നിന്ന് തൈയൊക്കെ പറിച്ചായിരുന്നു. അങ്ങനെ ആ താമരയുടെ തൈയൊക്കെ അവിടെ കൊണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.